പഴുത്ത ചക്കപ്പഴം കൊണ്ട് എണ്ണയിലൊന്നും പൊരിക്കാതെ വാഴയിലൊന്നും ഇല്ലാതെ നല്ലൊരു സൂപ്പർ പലഹാരം തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി 15 ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഈ 15 ചക്കപ്പഴം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ പഴുത്ത ചക്കപ്പഴം എടുക്കണം. നല്ല മധുരമുള്ള ചക്കപ്പഴാണെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കുമ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ചക്കപ്പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതലുള്ള ചക്കപ്പഴാണെങ്കിൽ ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കരയും കൂട്ടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നൈസായി പൊടിച്ച പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി കുറച്ചായി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. വെള്ളം ഇങ്ങനെ കുറച്ച് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അരിപ്പൊടിയും 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. 1 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്നും കൂടെ അരച്ച് ഇതിലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കട്ടിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇറക്കുന്ന സമയത്ത്. ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിയിൽ അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങാക്കൊത്ത് നമുക്ക് എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പകരം ചെറുകിയ തേങ്ങ ചേർത്താലും മതി. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. വാഴയിലൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് അരച്ചെടുക്കേണ്ടത്. അധികം കട്ടിയാവാൻ പാടില്ല. അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ അപ്പം സോഫ്റ്റ് ആവില്ല. ഇതുപോലെ ലൂസായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒരു അരഭാഗം ഒഴിച്ചു കൊടുത്ത് ഇതിന് വേവിച്ചെടുക്കണം. കുറച്ച് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും കൂടെ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ വറുക്കാതെയും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യിൽ വറുത്തെടുത്തിന് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. തേങ്ങാക്കൊത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള പലഹാരമാണ്. വാഴന്റെ ഇലയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചക്കയപ്പം തയ്യാറാക്കാം. ഫ്ലാറ്റിലെല്ലാം താമസിക്കുന്നവർക്ക്, വാഴയിലൊന്നും കിട്ടാത്തവർക്കെല്ലാം ചക്കയപ്പം ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാം. ഇതിനൊന്ന് തുറന്ന് കുത്തി നോക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. തുറന്നു നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. തണുത്തതിന് ശേഷം മുറിച്ചെടുത്താൽ മതി. തണുക്കാതെ മുറിച്ചെടുത്താൽ ഒട്ടിപ്പിടിക്കും പാത്രത്തിൽ. കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ നല്ല മഴക്കാലത്ത്
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയപ്പും ചൂട് കാപ്പിയും എന്താ ടേസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.